ആശ്രിതവത്സലനായ ശ്രീ മഹാവിഷ്ണു ഭഗവാന്റെ ഭക്തവാത്സല്യം ഏറ്റവുമധികം പ്രകടമായിട്ടുള്ള ഒരു അവതാരമാണ് നരസിംഹാവതാരം. ആപത്തിൽ നിന്നും ബാലനായ തൻ്റെ ഭക്തനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഏറെ ശ്രമകരമായിട്ടുള്ള നരസിംഹാവതാരം ഭഗവാൻ സ്വീകരിച്ചിട്ടുള്ളത്. നരസിംഹമൂർത്തിയുടെ അവതാരമാഹാത്മ്യം എത്ര തന്നെ വാഴ്ത്തിയാലും മതി വരാത്തതും ഭക്തരിൽ ഏറ്റവുമധികം അനുഭൂതി ഉണ്ടാക്കുന്നതുമാണ്. സമസ്ത ദുരിതങ്ങളിൽ നിന്നും മോചനം നേടുന്നതിന് ഋണമോചന ലക്ഷ്മി നരസിംഹ സ്തോത്രമാണ് ഈ അധ്യായത്തിൽ. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം സ്തോത്രവും അതിൻ്റെ ഗുണഫലങ്ങൾ ശേഷവും പറയാം. ദേവതാകാര്യസിദ്ധ്യർത്ഥം സഭാസ്തംഭസമുദ്ഭവം ശ്രീനൃസിംഹം മഹാവീരം നമാമി ഋണമുക്തയേ. ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ച് ദേവന്മാരെ രക്ഷിക്കുന്നതിനു വേണ്ടി സഭയുടെ മധ്യത്തിലുള്ള തൂണിൽ നിന്നും ഉദ്ഭവിച്ചവനും മഹാപരാക്രമശാലിയുമായിട്ടുള്ള ശ്രീ നരസിംഹമൂർത്തിയെ ഋണങ്ങളിൽ നിന്നെല്ലാം, അതായത് കടങ്ങളിൽ നിന്നെല്ലാം മുക്തി സിദ്ധിക്കുന്നതിനു വേണ്ടി ഞാൻ പ്രണമിക്കുന്നു. അടുത്ത ശ്ലോകം. ലക്ഷ്മ്യാലിംഗിതവാമാംഗം ഭക്താനാം വരദായകം ശ്രീനൃസിംഹം മഹാവീരം നമാമി ഋണമുക്തയേ. ഇടതുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലക്ഷ്മീദേവിയെ ആലിംഗനം ചെയ്തിരിക്കുന്നവനും ഭക്തന്മാർക്ക് വരത്തെ പ്രദാനം ചെയ്യുന്നവനും മഹാപരാക്രമശാലിയുമായിട്ടുള്ള ശ്രീ നരസിംഹമൂർത്തിയെ കടങ്ങളിൽ നിന്നെല്ലാം മുക്തി സിദ്ധിക്കുന്നതിനായിട്ട് ഞാൻ പ്രണമിക്കുന്നു. അടുത്ത ശ്ലോകം. ആന്ധ്രമാലാധരം ശംഖചക്രാബ്ജായുധതാരിണം ശ്രീനൃസിംഹം മഹാവീരം നമാമി ഋണമുക്തയേ. ഹിരണ്യകശിപുവിൻ്റെ കുടൽമാലയെ വലിച്ചെടുത്ത് പിടിച്ചിട്ടുള്ളവനും 4 തൃക്കൈകളിലായിട്ട് ശംഖ്, ചക്രം, താമര എന്നിവ ധരിച്ചിട്ടുള്ളവനും മഹാപരാക്രമശാലിയുമായിട്ടുള്ള ശ്രീ നരസിംഹമൂർത്തിയെ കടങ്ങളിൽ നിന്നെല്ലാം മോചനം സിദ്ധിക്കുന്നതിനു വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു. അടുത്ത ശ്ലോകം. മരണാത് സർവപാപഘ്നം കദ്രൂജവിഷനാശനം ശ്രീനൃസിംഹം മഹാവീരം നമാമി ഋണമുക്തയേ. മരണമാത്രയിൽ തന്നെ, ഓർക്കുന്ന മാത്രയിൽ തന്നെ സർവപാപങ്ങളെയും ഇല്ലാതെയാക്കുന്നവനും സർപ്പദോഷങ്ങളെ നശിപ്പിക്കുന്നവനും മഹാപരാക്രമശാലിയുമായിട്ടുള്ള നരസിംഹമൂർത്തിയെ ഋണമുക്തിക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു. അടുത്ത ശ്ലോകം. സിംഹനാദേന മഹതാ ദിഗ്ധതി ഭയനാശനം ശ്രീനൃസിംഹം മഹാവീരം നമാമി ഋണമുക്തയേ. മഹത്തായിട്ടുള്ള സിംഹനാദം കൊണ്ട് ഭക്തന്മാരുടെ ഭയത്തെ ഇല്ലാതാക്കുന്നവനും മഹാപരാക്രമശാലിയുമായിട്ടുള്ള ശ്രീ നരസിംഹമൂർത്തിയെ ഋണമുക്തിക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു. പ്രഹ്ലാദവരദം ശ്രീശം ദൈത്യേശ്വരവിദാരിണം ശ്രീനൃസിംഹം മഹാവീരം നമാമി ഋണമുക്തയേ. ഭക്തന്മാരിൽ ഉത്തമനായിട്ടുള്ള പ്രഹ്ലാദന് വരങ്ങൾ പ്രദാനം ചെയ്യുന്നവനും ലക്ഷ്മീപതിയും ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ചിട്ടുള്ളവനും മഹാപരാക്രമശാലിയുമായിട്ടുള്ള ശ്രീ നരസിംഹമൂർത്തിയെ കടങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നതിനായിട്ട് ഞാൻ നമസ്കരിച്ചുകൊള്ളുന്നു. അടുത്ത ശ്ലോകം. ക്രൂരഗ്രഹൈർപീഡിതാനാം ഭക്താനാം അഭയപ്രദം ശ്രീനൃസിംഹം മഹാവീരം നമാമി
ഋണമുക്തയേ. ക്രൂരഗ്രഹങ്ങളെ കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്ന ഭക്തന്മാർക്ക് അഭയം നൽകുന്നവനും മഹാപരാക്രമശാലിയുമായിട്ടുള്ള ശ്രീ നരസിംഹമൂർത്തിയെ കടങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുന്നതിനു വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു. വേദവേദാന്തയജ്ഞേശം ബ്രഹ്മരുദ്രാദിവന്ദിതം ശ്രീനൃസിംഹം മഹാവീരം നമാമി ഋണമുക്തയേ. വേദാന്തയജ്ഞാദികളുടെ അധിപതിയായിട്ടുള്ള ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയവരാൽ വന്ദിക്കപ്പെടുന്നവനും മഹാപരാക്രമശാലിയുമായിട്ടുള്ള നരസിംഹമൂർത്തിയെ ഋണമുക്തിക്ക് വേണ്ടി, അതായത് കടങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടി ഞാൻ പ്രണമിക്കുന്നു. ശ്രീ മഹാലക്ഷ്മി ഭഗവാന്റെ ഇടത്തിൽ തുഴയിൽ ഇരിക്കുന്നതായും ഭഗവതിയെ ആലിംഗനം ചെയ്തുകൊണ്ട് ഭഗവാനും ഇരിക്കുന്നതായും ധ്യാനിച്ചുകൊണ്ട് ഈ സ്തോത്രം ചൊല്ലുകയാണെങ്കിൽ ജീവിതത്തിൽ കടബാധ്യതകളൊക്കെ മാറി സുഖകരമായിട്ടുള്ള ജീവിതം ലഭിക്കുന്നതാണ്. കടത്തിൽ നിന്നും മോചനം ഉണ്ടാകുന്നതിന് ഇത്രയും നല്ല ഒരു സ്തോത്രം വേറെ ഉണ്ടാവില്ലെന്നാണ് തോന്നുന്നത്. കാരണം ഭഗവാനോടൊപ്പം ഐശ്വര്യദേവതയായിട്ടുള്ള ലക്ഷ്മി ഭഗവതിയും ചേർന്നതാണല്ലോ ധ്യാനം. അതുകൊണ്ട് എല്ലാവരും ഇത് ജപിക്കുകയാണെങ്കിൽ കടത്തിൽ നിന്ന് മോചനം ലഭിക്കും. ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കുന്നതിന് ശ്രീ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം വളരെയേറെ സഹായകരവുമാണ്. ആഭിചാരദോഷങ്ങൾ, ശത്രുദോഷം എന്നിവ കൊണ്ടുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടങ്ങളും മറ്റും മാറിക്കിട്ടുകയും ചെയ്യും. എത്ര മാരകമായിട്ടുള്ള ആഭിചാരവും ശത്രുദോഷവും ഇതുകൊണ്ട് അസ്തമിക്കുക തന്നെ ചെയ്യും. ഭഗവാനും ഭഗവതിയും എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.